പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ നയനടുത്ത് പറയുന്നുണ്ട്, നയനെ നിനക്കൊരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് കേൾക്കുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, എന്താ ആദർശ ഏട്ടാന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദർശ് പറയുന്നുണ്ട്, ഇത് കണക്ക് അനിയാണെങ്കിൽ അവൻ്റെ 3 ബ്രാഞ്ചിലും പോയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അവിടുന്ന് മാനേജർമാർ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നയനയ്ക്കൊക്കെ ആണെങ്കിൽ നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പം എനിക്ക് തോന്നിക്കാണും എന്ന്. പിന്നെ അതുപോലെ നന്ദുവിൻ്റെയും സി ഐയുടെയും കല്യാണം നടക്കാൻ പോവില്ലേ, ഇനിയിപ്പം വെറുതെ അവരെയൊക്കെ പിറകെ നടന്നിട്ട് നമ്മളെല്ലാവരും വിഷമിപ്പിക്കുന്നത് എന്തിനാന്നൊക്കെ വിചാരിച്ച് കാണും. അതുകൊണ്ടായിരിക്കാം നന്ദുവിൻ്റെ പിറകെ ഇനി നടക്കണ്ടെന്ന് കരുതി ഹനിയാണെങ്കിൽ അവന് ബിസിനസ് നോക്കി നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് പോയതായിരിക്കും എന്നൊക്കെ, ഇങ്ങനെ മനസ്സ് മാറി പോയതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ആദർശം പറയുന്നുണ്ട്, ചിലപ്പോൾ അതായിരിക്കും ഇനി നന്ദുവിനെ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ബിസിനസ്സിലേക്കൊക്കെ തിരിയാമെന്നും പറഞ്ഞുകൊണ്ടായിരിക്കും അവന് ഇതിൻ്റെ പിറകെ പോയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്കാണെങ്കിൽ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഒഴിഞ്ഞ് കിട്ടും. ഞാനാണെങ്കിൽ ബിസിനസ് പകുതിയോളം അവനെ ഏൽപ്പിച്ചിട്ട് എനിക്ക് കുറച്ച് സമാധാനവും സ്വസ്ഥതയൊക്കെ എനിക്കും കിട്ടുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും കാരണന്മാരായിട്ടുണ്ടാക്കിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അല്ലേ, അതപ്പോൾ എന്തായാലും അതങ്ങനെ നിലനിർത്തണമല്ലോ. അതുകൊണ്ടാണല്ലോ മുത്തശ്ശൻ ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചത്. അപ്പം അതുപോലെ തന്നെ നിലനിർത്തുന്ന ഒരാളെ വേണമല്ലോ നമ്മൾ ഇനിയും ഇതിൻ്റെ ചുമതല ഏൽപ്പിക്കാനൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അപ്പം നമ്മൾ നയന പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ആദ്യമേ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത് അബിക്കും അപ്പച്ചിക്കും ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട്, എന്തായാലും നിലനിർത്തി പോകുന്നവരെ വേണ്ടി നമ്മളിത് ഏൽപ്പിക്കാൻ. അനിയാകുമ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല, അവനാണെങ്കിൽ ആരെയും പറ്റിക്കുകയും തട്ടിക്കുകയും ഒന്നും ചെയ്യത്തില്ല, അവന് നല്ല രീതിയിലൊക്കെ നോക്കി നടത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. അവർ ഭയങ്കര സന്തോഷത്തിലൊക്കെ ആട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ അനാമികയും രേവതിയും വേണുവിനെയൊക്കെ കാണിക്കുന്ന കേട്ടോ. അവരാണെങ്കിൽ എങ്ങനെ അനന്തപുരിക്കാർക്കിട്ടുള്ള അടുത്ത കേസ് കൊടുക്കാമെന്നുള്ളൊരു ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും അടുത്ത ഗാർഹിക പീഡനത്തിന് വേണ്ടിയുള്ള കേസൊക്കെ കൊടുക്കാൻ വേണ്ടി അവർ തയ്യാറായി നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ വേണു പറയുന്നുണ്ട്, എന്തായാലും അവിടുത്തുള്ള മൂർത്തിയെയും എല്ലാവരുടെ പേർക്കും കേസ് കൊടുക്കണം. ആഹ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ജാനകിയെയും ജലജയും അഭിയെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെ പേർക്കും ഒരു കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശിയുടെ പേർക്ക് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പം രേവതി പറയുന്നുണ്ട്, മുത്തശ്ശിയാണെങ്കിൽ നമ്മളെ മോക്കൊരു ശല്യമോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അവർ പാവമായിരുന്നല്ലോ എന്ന് പറയുന്ന സമയത്ത് വേണു പറയുന്നുണ്ട്, അങ്ങനെയുള്ളവരെ പേർക്കൊക്കെ കൊടുക്കുമ്പോഴേ അവിടെ ഉള്ളവർക്കൊക്കെ നല്ല സങ്കടം ആവത്തുള്ളൂ, അപ്പോഴേ നമ്മൾ ചോദിക്കുന്ന പൈസ അവർ തരത്തുള്ളൂ. നമ്മളൊരു 50 കോടിയൊക്കെ ചോദിച്ചാലും അവർ തരത്തുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, എന്തായാലും ഇനി കോടിയുടെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല, എന്തായാലും 20 കോടിയും ചോദിച്ചിട്ട് പോയിട്ട് അവസാനം അടിയും മേടിച്ചുകൊണ്ടാണ് വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണെങ്കിലും നമ്മൾ രേവതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തായാലും നമ്മളെ വക്കീലിനെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അനാമിക പറയുന്നുണ്ട്, അതും ശരിയാ അച്ഛാ, വക്കീലിനെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം വേണു പറയുന്നുണ്ട്, അതും നമുക്കങ്ങോട്ട് വിശ്വസിക്കാൻ അത്ര ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല, കാര്യം വെച്ചാൽ അയാളാണെങ്കിൽ പൈസയ്ക്ക് ആർത്തി പിടിച്ച ഒരാളാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വേണു. അങ്ങനെ പിന്നെ ആണെങ്കിൽ നമ്മൾ മൂർത്തി സാറിനെ ആണെങ്കിൽ വക്കീൽ വിളിക്കുന്നുണ്ട് കേട്ടോ. വക്കീൽ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇതുപോലെ അവരടുത്തൊരു കേസ് അവർ കൊടുക്കുന്നുണ്ട്, ഗാർഹിക പീഡനത്തിനെതിരെ അവർ കേസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു പെൺകുട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് കോടതിയിലായാലും അവർക്കായിരിക്കും അതിന് പിന്നെ മുൻഗണന എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ മൂർത്തി സാർ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പോഴത്തേക്ക് താൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും താൻ അവരെ വക്കീലാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ തനിക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ മൂർത്തി സാറ് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ തന്നെ ഒന്ന് വന്ന് കാണാൻ വേണ്ടി ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്തതിന് ശേഷം വക്കീൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എനിക്കിപ്പോൾ ആര് ജയിച്ചാലും ഒന്നും എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് ആരാണ് കൂടുതൽ പൈസ ഓഫർ ചെയ്യുന്നത് അവരെ കൂടെ ഞാൻ നിൽക്കും, അല്ലാതെ ഇപ്പം വേണുവും അനാമിക ജയിച്ചാലും ഒന്നും എനിക്കൊരു പ്രശ്നമൊന്നുമില്ല, എനിക്ക് പൈസയാണ് ആവശ്യം എന്നൊക്കെ ഇയാളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ ഈ കാര്യങ്ങളാണെങ്കിൽ ആദർശിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശനാണെങ്കിൽ അവിടുത്തൊക്കെ ഇങ്ങനെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവരിപ്പോൾ നമ്മൾ കേസുമായിട്ട് മുമ്പോട്ട് പോയാലും എന്തായാലും ഒരിക്കലും അവർ ജയിക്കാൻ എന്തായാലും പോകുന്നില്ല. എന്തായാലും അനാമിക ഇവിടെയുള്ള സമയത്തൊക്കെ ഇവിടെ കാണിച്ച് കൂട്ടിയതൊക്കെ ഇവിടെ എന്തായാലും CCTVയിലൊക്കെ പതിഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ, അപ്പോൾ അത് നമ്മൾ തെളിവായിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ കേസുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇത് പുറത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നാണക്കേടല്ലേ. അപ്പം അതുകൊണ്ട് എങ്ങനെയെങ്കിലും പൈസ കുറച്ച് വക്കീലിന് കൊടുത്ത് ഇതെങ്ങനെയും ഒതുക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഈ വക്കീലിനെ കുറിച്ച് ഇങ്ങനെ പുറത്ത് അന്വേഷിച്ച സമയത്ത് അയാളൊരു പണക്കൊതിയനാണെന്നാണ് എല്ലാവരും പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും അയാളൊരു പണക്കൊതിയനല്ലേ, എന്തായാലും അയാൾക്ക് കുറച്ച് പണം കൊടുത്താലേ ഇനി കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ, അപ്പം എന്തായാലും നമുക്കത് കണക്ക് ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ. അങ്ങനെയാണെങ്കിൽ മുത്തശ്ശനാണെങ്കിൽ നേരെ വക്കീലിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വക്കീലിനെ കാണുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും താനാണെങ്കിൽ അവർ തന്ന കേസിന് ഇപ്പോൾ അവർക്ക് വാദിക്കുക, പക്ഷേ വാദിച്ചാലും ഒരിക്കലും അവർ ജയിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ഒരു കാരണവശാലും അവർ ജയിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്തായാലും കേസ് താൻ എന്തായാലും ഒതുക്കിയൊന്ന് തീർത്ത് തരണം, അത് സോഷ്യൽ മീഡിയ പോലും അറിയാത്ത രീതിയിൽ താനൊന്ന് ഒതുക്കി തരണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് താൻ എത്ര രൂപ ചോദിച്ചാലും അത് അവർ ഓഫർ ചെയ്തതിൻ്റെ
അതിൻ്റെ ഇരട്ടി പൈസ വേണമെങ്കിൽ ഞാൻ തനിക്ക് തരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കേണ്ട താമസം പണക്കൊതിയനായ വക്കീലാണെങ്കിൽ പിന്നെ പറയുന്നുണ്ട്, മൂർത്തി സാറിനെ കുറച്ച് പൊക്കിയൊക്കെ പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ മൂർത്തി സാറിനെയും കുടുംബത്തെയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേക്ക് പിന്നെ നിങ്ങളിങ്ങനെ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ മോശമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്കത് അങ്ങോട്ട് അത്ര സഹിക്കത്തില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് നമ്മളെ മുത്തശ്ശനെ കുറച്ച് പൊക്കിയൊക്കെ പറയുന്നുണ്ട്. നമ്മളെ വക്കീൽ പറയുന്നുണ്ട്, സാറേ എനിക്ക് പണത്തിനോട് അത്ര കൊതിയും കാര്യങ്ങളും കൊണ്ടൊന്നും അല്ല. എന്തായാലും സാറിൻ്റെ അടുത്തും സാറിൻ്റെ ഫാമിലി അടുത്തും ആദർശിൻ്റെ അടുത്തൊക്കെ എനിക്കൊരു ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളിങ്ങനെ വെറുതെ സോഷ്യൽ മീഡിയയിലൊക്കെ നാണം കെടണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ മുത്തശ്ശൻ ചിന്തിക്കുന്നുണ്ട്, ഓ പണത്തിന് ആഗ്രഹമില്ലാത്ത താനാണല്ലോ, തന്നെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴേ പുറത്ത് ആദ്യമേ പറഞ്ഞ് താനൊരു പണക്കൊതിയനാണെന്നാ. എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളെ കാര്യം സാധിക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ വക്കീലാണെങ്കിൽ കേസൊക്കെ അവർക്ക് വേണ്ടി കേസൊക്കെ കോടതിയിൽ വാദിക്കുന്നുണ്ട് കേട്ടോ. കോടതിയിലാണെങ്കിൽ കേസൊക്കെ വാദിക്കുന്നുണ്ട് കേട്ടോ. വാദിച്ചിട്ടാണെങ്കിൽ നമ്മൾ അനാമികയ്ക്കൊക്കെ എതിരെയാണ് വക്കീൽ കേസ് വാദിക്കുന്നത് കേട്ടോ. അവിടെ ഒരു ഗാർഹിക പീഡനമോ കാര്യങ്ങളോ ഒന്നും അനന്തപുരി തറവാട്ടിൽ അനാമികയ്ക്ക് സംഭവിച്ചിട്ടില്ല എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് നമ്മൾ പിന്നെ വക്കീൽ വാദിക്കുന്നത് കേട്ടോ. അങ്ങനെ വക്കീലാണെങ്കിൽ നമ്മളെ മൂർത്തി സാറിനുള്ള വക്കീലിന് തന്നെ ജയിക്കാൻ വേണ്ടിയൊക്കെ ഉള്ള രീതിയിലൊക്കെ നമ്മളെ അനാമികയുടെയൊക്കെ വക്കീലാണെങ്കിൽ ഇങ്ങനെ ഒഴിഞ്ഞു മാറിയൊക്കെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്താണെങ്കിൽ ഇങ്ങനെ നമ്മളെ വേണുവിനും അനാമികയ്ക്കൊക്കെ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇനി ഇയാളിനി പിന്നെ മൂർത്തി സാറിൻ്റെ നിന്നൊക്കെ പൈസയൊക്കെ മേടിച്ചിട്ട് ഇയാൾ പിന്നെ കേസ് അവർക്ക് വേണ്ടി ജയത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക എന്നൊക്കെ ഉള്ളൊരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വേണുവിനും അനാമികയ്ക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. അനാമികയാണെങ്കിൽ വേണുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛൻ ഇതെന്താ ഈ വക്കീൽ നമുക്കായിട്ടൊന്നും വാദിക്കുന്നില്ലല്ലോ, നമ്മൾക്ക് ജയിക്കാൻ വേണ്ടിയൊന്നും ഈ വക്കീൽ വാദിക്കാത്ത എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ വക്കീലാണെങ്കിൽ പിന്നെ അനാമികയുടെയൊക്കെ കേസൊക്കെ തോക്കുന്നുണ്ട്. തോറ്റിട്ടാണെങ്കിൽ നമ്മൾ മൂർത്തി സാറിൻ്റെ കേസും അവർക്ക് കൊടുത്തേക്കായിട്ട് അവർ ജയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുത്തശ്ശൻ പറഞ്ഞ പോലെ തന്നെ വക്കീലിനാണെങ്കിൽ മുത്തശ്ശൻ പറഞ്ഞ ഓഫറിൽ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൈസയൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ ആ കേസൊക്കെ മൊത്തത്തിൽ ഇല്ലാതാക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളെ മുത്തശ്ശനാണെങ്കിൽ അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് കേസൊക്കെ ജയിച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിയുമ്പോഴാണെങ്കിൽ മുത്തശ്ശൻ പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. വരുന്ന സമയത്താണെങ്കിലും മുത്തശ്ശൻ അനാമികയുടെ അടുത്തും അതുപോലെ തന്നെ വേണുവിൻ്റെ അടുത്തും പറയുന്നുണ്ട്, താൻ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും പക്ഷേ തന്നെ കൊണ്ട് നടക്കാത്തൊരു കാര്യമുണ്ട്, പണം കൊടുത്തു കഴിഞ്ഞ് നേടിയെടുക്കാൻ എന്തും സാധിക്കും, പക്ഷേ അത് തന്നെ കൊണ്ട് അത് സാധിക്കത്തില്ല, പക്ഷേ അത് എന്നെ കൊണ്ട് സാധിക്കുമെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. നമ്മൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, താനും തൻ്റെ മോളും ഇനി എന്തൊക്കെ വിചാരിച്ചാലും ഞങ്ങൾക്കുള്ള ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല, താൻ ഇനി എന്ത് കേസ് കൊടുത്താലും ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഞങ്ങൾ നല്ല വിജയിച്ച് തന്നെ ഞങ്ങൾ തിരിച്ചു വരുമെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനാണെങ്കിൽ അവരുടെ അടുത്ത് ഭയങ്കര ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ മുത്തശ്ശനാണെങ്കിൽ അവിടുന്ന് തിരിച്ച് കേസൊക്കെ ജയിച്ചതിനെതിരെ തിരിച്ച് നല്ല സന്തോഷത്തോടെ മുത്തശ്ശൻ പോകുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മളെ വേണുവും അനാമികയാണെങ്കിലും തല കുനിച്ചൊക്കെ നിൽക്കും കേട്ടോ. എവിടെ പോയി ഇപ്പോൾ കേസ് കൊടുത്താലും അവർ തോൽറ്റല്ലേ തിരിച്ച് വരുന്നത്. അപ്പോൾ ആ ഒരു നാണക്കേടും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണെങ്കിലും ആ ഒരു വിഷമത്തോടാണെങ്കിൽ അവർ തിരിച്ച് വീട്ടിലോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എപ്പിസോഡായിട്ടൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.